ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്ദേശം പലർക്കും പല രീതിയിലാണ് ദൈവം എത്തിച്ചു കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ ആട്ടിടയന്മാർക്ക് ലഭിക്കുന്ന സന്ദേശവും ജ്ഞാനികളായ രാജാക്കന്മാർക്ക് ലഭിക്കുന്ന സന്ദേശവും കർത്താവ് ഓരോരുത്തരെയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ദൈവം സംസാരിക്കുന്ന രീതി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചന ഭാഗത്ത് വിദ്യാഭ്യാസമോ യാതൊരു യോഗ്യതകളുമില്ലാത്ത ആട്ടിടയരായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ജനത്തിൻ്റെ അടുത്തേക്ക് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ അടുത്തേക്ക് ഈശോ ജനിച്ച വിവരം അറിയിക്കുവാൻ പിതാവായ ദൈവം തൻ്റെ ദൂതന്മാരെ ആയ മാലാഖമാരെ അയച്ച് അവരോട് മംഗളവാർത്ത അറിയിക്കുന്നത് നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ആട്ടിടയന്മാർ വളരെ ഭയപ്പെട്ടു. കർത്താവിൻ്റെ ദൂതൻ പാവപ്പെട്ടവരായ ആട്ടിടയരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ അവിടെ കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ആരാണ് ദൂത് കൊണ്ടുവരുന്നത്? അവരുടെ സാമീപ്യം പോലും ദൈവിക മഹത്വത്തിനായിട്ട് ദൈവം ഉപയോഗിക്കും. അതിനുശേഷം മാലാഖമാർ വളരെ വ്യക്തമായിട്ട് ആട്ടിടയരോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ജ്ഞാനികളായ രാജാക്കന്മാർ ദൈവത്തെ സന്ദർശിക്കുന്നതിന് മുന്നോടിയായി അവർക്ക് ലഭിച്ച അടയാളം വ്യത്യസ്തമായി. ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും ഉന്നതരായി നിന്ന പൗരസ്ത്യ രാജാക്കന്മാരുടെ അടുക്കിലേക്ക് ദൈവം ദൂതനെ അയക്കുന്നതിനു പകരം അവരുടെ കഴിവിനനുസരിച്ച് സാഹചര്യത്തെ വിലയിരുത്തുന്നതിന് വേണ്ടി ദൈവം ഒരു പ്രത്യേക നക്ഷത്രത്തെ ഉദിപ്പിക്കുന്നു. ആ നക്ഷത്രത്തെ പിന്തുടരുന്ന ജ്ഞാനികൾ, ആ നക്ഷത്രത്തെ വിലയിരുത്തുന്ന ജ്ഞാനികൾ, അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ലോകത്ത് വലിയൊരു സംഭവം നടന്നിരിക്കുന്നു. അതിൻ്റെ അടയാളമാണ് ഈ നക്ഷത്രം. വഴികാട്ടിയായി നിൽക്കുന്ന നക്ഷത്രം
അവരെ ഹെറോദേസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിക്കുകയും അങ്ങനെ ആ ജ്ഞാനികളിലൂടെ രാജാവിൻ്റെ ചെവികളിലേക്ക് പുത്രൻ പിറന്നിരിക്കുന്ന വാർത്ത എത്തുകയും രാജാവും ആ ദേശം മുഴുവനും ഞെട്ടുകയും ചെയ്യുന്നു. തന്നേക്കാൾ അധികാരമുള്ള ദൈവപുത്രൻ ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്ന വാർത്ത കേട്ട് രാജാവ് ഞെട്ടുന്നു, രാജ്യം മുഴുവനും ഞെട്ടുന്നു. അതിനുശേഷം ജ്ഞാനികളായ രാജാക്കന്മാർ പുറത്തിറങ്ങി തങ്ങൾ ദർശിച്ച നക്ഷത്രത്തെ പിന്തുടർന്ന് യേശുവിനെ കാണുകയും യേശുവിന് തങ്ങളുടെ ചെപ്പുകൾ തുറന്ന് തങ്ങൾ കൊണ്ടുവന്ന് കാണിക്കയർപ്പിക്കുകയും ചെയ്തു. പൊന്നും കുന്തിരിക്കവും മീറയും അവർ കാഴ്ചയർപ്പിച്ചു. വന്നത് ലോകത്തിൻ്റെ വഴികളിലൂടെയാണേലും തിരിച്ചു പോയത് മറ്റൊരു വഴിയാണവർ. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത് ലോകത്തിൻ്റേതായ വിഷമതകളും ദുഃഖങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെയാണ്. എന്നാൽ നമ്മൾ ദൈവത്തെ കണ്ട് ദൈവത്തെ ആരാധിച്ചു വരുമ്പോൾ ലോകത്തിൻ്റേതായ പലതും നമ്മൾ ഉപേക്ഷിച്ച് ആത്മീയമായ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കണം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.